റഷ്യയുടെ സംഹാര താണ്ഡവം. 600ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട്. കിഴക്കൻ ഉക്രൈനിലെ ഷാഫ്ലിൻ ഗ്രാമത്തിലെ ഉക്രൈൻ സൈനിക താവളമാണ് റഷ്യ തകർത്തത്. കിഴക്കൻ ഉക്രൈനിൽ പൂർണ്ണമായും റഷ്യ പിടിച്ചെടുക്കുന്നതിൻ്റെ സൂചനയാണ് ഇപ്പോൾ കാണുന്നത്. യഥാർത്ഥത്തിൽ റഷ്യ ഗർജിച്ചു എന്ന് തന്നെ പറയാം. റഷ്യയിൽ ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. ആ ഡ്രോൺ ആക്രമണത്തിന് കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യ പറഞ്ഞിരുന്നു. പക്ഷേ കനത്ത തിരിച്ചടിയല്ല, ഉക്രൈൻ സേനയുടെ നടുവൊടിച്ചിരിക്കുകയാണ് റഷ്യ. ഷാഫ്ലിൻ ഗ്രാമത്തിലെ ഉക്രൈൻ സൈനിക താവളത്തിന് നേരെ നടന്ന ആക്രമണത്തിൽ 600ഓളം ഉക്രൈൻ സൈനികർ കൊല്ലപ്പെട്ടു. 4 ടാങ്കുകൾ തകർത്തു. അവരുടെ ദീർഘദൂര മിസൈൽ ലോഞ്ചിങ് സംവിധാനം തകർത്തു. എല്ലാം തകർത്ത് തരിപ്പണമാക്കി റഷ്യ എന്താണെന്ന് ഇപ്പോൾ ഉക്രൈൻ അറിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് എങ്ങനെയെങ്കിലും യുദ്ധം നിർത്താൻ വേണ്ടി ഉക്രൈൻ്റെയും റഷ്യയുടെയും കാല് പിടിച്ചതാണ്. ട്രംപ് ആത്മാർത്ഥമായി തന്നെ അതിൽ ഇടപെടുകയും ചെയ്തു. പക്ഷേ സെലൻസ്കിക്കുണ്ടായ അമിതമായ ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉക്രൈൻ നേരിടുന്ന തകർച്ചയ്ക്ക് കാരണം. കിഴക്കൻ ഉക്രൈൻ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ ഇനി റഷ്യയ്ക്ക് വലിയ സമയം വേണ്ട. അത്ര ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. ആണവായുധങ്ങൾ പ്രയോഗിക്കാതെ തന്നെ ഉക്രൈനെ നിലയ്ക്ക് നിർത്താമെന്ന് റഷ്യ കാണിച്ച് കൊടുത്തിരിക്കുന്നു ലോകത്തിന്. നാറ്റോ രാജ്യങ്ങളുടെ സഹായം കൊണ്ടാണ് ഉക്രൈൻ ഇതുവരെ റഷ്യയോട് പിടിച്ചു നിന്നത്. നാറ്റോ രാജ്യങ്ങളായ ഫ്രാൻസും ജർമ്മനിയും അമേരിക്കയും ഒക്കെ ഉക്രൈന് വാരിക്കോരി സഹായം നൽകി. പക്ഷേ ട്രംപ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു, തങ്ങൾ പാല് കൊടുത്ത് വളർത്തിയത് സെലൻസ്കി എന്ന പാമ്പിനെയാണെന്ന്. ട്രംപ് പറഞ്ഞിട്ട് പോലും സെലൻസ്കി കേൾക്കുന്നില്ല. റഷ്യയുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ട്രംപ് പറഞ്ഞതാണ്. പക്ഷേ സെലൻസ്കി അത് ചെവിക്കൊണ്ടില്ല. പുടിനും ട്രംപിനും തമ്മിലുള്ള കൂടിക്കാഴ്ച അതീവ നിർണായകമായിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ട്രംപ് മുന്നോട്ട് വെച്ച സമാധാന ഉടമ്പടികൾ അംഗീകരിക്കാൻ പുടിൻ തയ്യാറായില്ല. പുടിന് മുമ്പിൽ ട്രംപ് കീഴടങ്ങുന്ന കാഴ്ച ലോകം കണ്ടു. അതിനുശേഷം സെലൻസ്കിയുമായി ട്രംപ് സംഭാഷണം നടത്തി. പക്ഷേ സെലൻസ്കിയും അമിതമായ ആത്മവിശ്വാസത്തിലായിരുന്നു. റഷ്യക്കകത്തേക്ക് ഡ്രോൺ ആക്രമണം ഉണ്ടായത് റഷ്യൻ സേനയ്ക്ക് വലിയ തിരിച്ചടിയായി മാറി. അതിന് ശക്തമായ കനത്ത തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് റഷ്യ പറഞ്ഞിരുന്നു. അതവർ പ്രവർത്തിക്കുകയും ചെയ്തു. ഷാഫ്ലിൻ ഗ്രാമത്തിലെ ഗ്രാമനിവാസികളോട് നേരത്തെ തന്നെ ഒഴിഞ്ഞു പോകാൻ ഉക്രൈൻ സൈന്യം ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ സാധാരണ പൗരന്മാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതെല്ലാം ഉക്രൈൻ സൈനികരാണ്. 600ഓളം പേരെ കൊന്നു തള്ളിക്കൊണ്ട് റഷ്യയുടെ വീര്യം എന്താണെന്ന് കാണിച്ചു കൊടുത്തു. ശക്തമായ ആക്രമണമാണ് റഷ്യ നടത്തിയത്. ഇതുവരെ ഉക്രൈൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ശക്തമായ ആക്രമണം. റഷ്യൻ സൈന്യത്തിൻ്റെ ശക്തി, റഷ്യൻ സൈന്യത്തിൻ്റെ ലക്ഷ്യം, അതൊക്കെ ഉക്രൈൻ ഇപ്പോൾ തിരിച്ചറിഞ്ഞു. കുട്ടിക്കളിയല്ല യുദ്ധമെന്ന് ഉക്രൈന് പഠിപ്പിച്ചു കൊടുത്തു റഷ്യ. വെറും കുട്ടിക്കളിയാണ് ഇതെന്ന് ഉക്രൈൻ കരുതിയെങ്കിൽ അത് തെറ്റാണെന്ന് പുടിൻ കാണിച്ചു കൊടുത്തു. റഷ്യ ഗർജിച്ചപ്പോൾ ഉക്രൈൻ്റെ എല്ലാമായ സെലൻസ്കിയുടെ സമനില തന്നെ തെറ്റിയിരിക്കുകയാണ്. നേരത്തെ ട്രംപ് മുന്നറിയിപ്പ് കൊടുത്തിരുന്നു സെലൻസ്കിക്ക്, ഈ കളി തീക്കളിയാണെന്ന്. ഈ കളി സമാധാനത്തിനുള്ള കളിയല്ല, മറിച്ച് തീ കൊണ്ടുള്ള കളിയാണെന്ന്. പക്ഷേ സെലൻസ്കി ട്രംപിൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞു. ട്രംപിൻ്റെ വാക്കുകൾ സെലൻസ്കി തള്ളുന്നത് നിസ്സഹായതയോടെ ട്രംപിന് നോക്കി നിൽക്കേണ്ടി വന്നു. ഇനിയെല്ലാം ഉക്രൈൻ അനുഭവിക്കും എന്ന് പറഞ്ഞെങ്കിലും റഷ്യയ്ക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്താൻ ശ്രമിക്കുന്നുണ്ട് ട്രംപ്. റഷ്യയ്ക്ക് മേൽ ഉപരോധമടക്കമുള്ള സകല ആയുധങ്ങളും പയറ്റാനുള്ള തത്രപ്പാടിലാണ് ട്രംപ്. പക്ഷേ അതുകൊണ്ടൊന്നും രക്ഷയില്ല. റഷ്യയുടെ പിന്നിൽ പുതിയൊരു ശക്തി വളർന്നു വരുന്നുണ്ട്. ഇന്ത്യയും ചൈനയും അടക്കമുള്ള, ഇറാനും അടക്കമുള്ള, ഉത്തര കൊറിയയും അടക്കമുള്ള വലിയൊരു ശക്തി. ഇന്ത്യക്കാകട്ടെ റഷ്യ ദീർഘകാല സുഹൃത്താണ്. റഷ്യ വിട്ടൊരു കളിക്ക് ഇന്ത്യ തയ്യാറുമല്ല. ട്രംപിൻ്റെ നയതന്ത്രജ്ഞത തെറ്റുന്നത് അവിടെയാണ്. എന്തായാലും കിഴക്കൻ ഉക്രൈനിൽ റഷ്യയുടെ സംഹാര താണ്ഡവം.